ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ മെയ് 13-ാം തീയതി ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ പോയി വരുമ്പോഴത്തേക്ക് എല്ലാം പച്ചക്കറികളെല്ലാം ഉണങ്ങിയത് കൊണ്ട് നമ്മൾ പച്ചച്ചേരിയും അതുപോലെ പാലക്കും കൂടിയിട്ട് വിത്തിട്ടിട്ടുണ്ടേനും. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പിട്ട് അതിനെല്ലാം വെള്ളം ഒഴിക്കുന്നതാണ്. പിന്നെ ഇന്ന് QRT ആണ് ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ രാവിലെ 7 മണിക്ക് പോയിട്ട് ഒരു 10-10:30 ആകുമ്പോൾ വരും. അതുപോലെ പിന്നെ ഉച്ചയ്ക്കൊരു 3-4 മണിക്ക് പോയിട്ട് ഒരു 6-6:30 ആകുമ്പോൾ വരും. അപ്പോൾ ഏട്ടൻ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ട പോലത്തെ അതിർത്തി പ്രശ്നം പിന്നെയും വന്നത്. അപ്പോൾ നായ്ക്കൾ തമ്മിൽ പിന്നെ ആ ഒരു കുഞ്ഞ് നായ്ക്കുട്ടീനെ അപ്പുറത്തെ വലതുവശത്തുള്ള നായ് വന്നിട്ട് ചുമ്മാ വെറുതെ തോണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയെല്ലാം കൂടി പട പോലെ വന്നിട്ട് എല്ലാ നായ്ക്കളും തമ്മിൽ പ്രശ്നമായി. അപ്പോൾ അവസാനത്തോട്ട് അവർ പ്രശ്നമെല്ലാം പരിഹരിച്ചിട്ട് തിരികെ അതാത് സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പിന്നെ രാവിലെ ഞാൻ ചായൻ്റെ കടി വേണ്ടി നോക്കി, പിന്നെ ദോശയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഓർമ്മ വന്ന് അടയാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അടയാക്കി കൊടുത്തിട്ടുണ്ട്. വെല്ലവും തേങ്ങയും കൂടി കൂട്ടിയിട്ടിട്ട് ചെറിയ ഉരുടയാക്കിയിട്ട് അതുപോലെ വേറൊരു ഷേപ്പിലും കൂടി ആക്കിയിട്ട് പിന്നെ അടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓനത് മോയെ അത് തിന്നിട്ടുമുണ്ട്. പിന്നെ ഓനത് ഇഷ്ടമായിന്. നമ്മളങ്ങനെ അടയാക്കലെല്ലാം കുറവ് തന്നെയാണ്. വാഴയില ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലത് വെച്ചിട്ട്, പക്ഷേങ്കിൽ ഇതുപോലെ ആക്കലുള്ളൂ, മറ്റേ നീളത്തിലായിട്ട് ആക്കലില്ല. അപ്പോൾ അങ്ങനെ രാവിലെ അത് ആക്കി. പിന്നെ ഇന്നലത്തെ ചപ്പാത്തി ഉണ്ടേനും രാത്രിയത്തെ. അപ്പോൾ അത് 2 ഉള്ളതുകൊണ്ട് അതിന് ഉള്ളി തക്കാളി കറിയാക്കിയിട്ട് ചപ്പാത്തിയും തക്കാളിക്കറിയും കൂട്ടി പിന്നെ ഇതും കഴിച്ച്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഏട്ടൻ ഇന്നലെ മെഞ്ഞാന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുന്നത് കൊണ്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് നോക്കുക, എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ നോക്കുന്നതുകൊണ്ട് അങ്ങനെ കാണിച്ചിട്ടില്ല. പെട്ടെന്ന് സർപ്രൈസായിട്ട് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ വന്നപ്പോൾ എന്നോട് ചോദിച്ച് ഇത് നിങ്ങളുടേതല്ലേ ചോദിച്ചാൽ ഞാൻ അല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ രാവിലെ പിന്നെ ഗ്രീൻ ടീ എല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കഷായം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ മുതൽ കഷായം കുടിക്കാൻ തുടങ്ങി. നീരുകെട്ടെല്ലാം ഉണ്ട്, നടുവേദന, കാൽവേദന അതെല്ലാം ഉള്ളത് കൊണ്ട് കഷായം കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം രാവിലത്തെ കഷായം കുടിച്ച് കഴിഞ്ഞിട്ട് രാത്രിയത്തേക്കുള്ള കഷായത്തിനുള്ള പിന്നെ മരുന്ന് പൊടിച്ച് വെച്ചിട്ട് ആക്കി വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മരുന്ന് പൊടിച്ച് വെച്ചിട്ട് 30 ml അരിഷ്ടത്തിൽ പിന്നെ 15 ml കഷായം ഒഴിച്ച് വെച്ചിട്ടാണ് പിന്നെ കുടിക്കേണ്ടത്. അപ്പോൾ രാവിലത്തേക്കുള്ളത് രാത്രിയാക്കി വെക്കും, രാത്രിയത്തേക്കുള്ളത് രാവിലെയും പിന്നെ അലിയിച്ചിട്ട് മരുന്ന് പൊടിച്ചിട്ട് ഇതിൽ അലിയാൻ വേണ്ടി വെച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാമാണ് കാര്യങ്ങളുള്ള. നടുവേദന, കാലുവേദന, പിന്നെ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ, ഒരുവിധ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കേക്കുള്ള പണിയിലേക്ക് പോയി. ചോറ് വെച്ച് അതുപോലെ ക്യാരറ്റ് വറവും കൂടി ആക്കുന്നുണ്ട്. പിന്നെ മാങ്ങാ ചമ്മന്തി പൊടിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പകുതി കഷ്ണമുണ്ട്. അപ്പോൾ ഞാനത് അച്ചാറാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എത്തൂല, വലിയ മാങ്ങയാണ് പക്ഷേ അത് എത്തൂല. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ മാങ്ങാ ചമ്മന്തി പൊടിക്കാമെന്ന്. പിന്നെ നമ്മളെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയപ്പോൾ കൊണ്ട് കേക്കെല്ലാം വാങ്ങുന്നുണ്ട്, പിന്നെ പായസം വെക്കുന്നുണ്ട്. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി പിന്നെ 2 സബ്സ്ക്രൈബറിൻ്റെ കുറവും കൂടിയേ ഉള്ളൂ ഈ സമയം വരെയും. ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ നോക്കുന്നത് എത്ര സബ്സ്ക്രൈബേഴ്സായി എത്രയെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ആകുമ്പോഴത്തേക്ക് 3 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടേനും. അപ്പോൾ ഇനി 500 ആകാൻ വേണ്ടിയിട്ട് 2 ആളെ ബാക്കിയുള്ളൂ. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് 1000 ആയിട്ടാകുമ്പോൾ കേക്ക് കട്ട് ചെയ്യുക, അതുപോലെ ഇവിടെയെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കെല്ലാം കേക്ക് കൊടുക്കാമെന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അറിയുന്ന സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം കേക്ക് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി 1000 എപ്പാകാനെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. അതുപോലെ പിന്നെ ഏരിയലിൻ്റെ ലിക്വിഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് ഏരിയലിൻ്റെ ലിക്വിഡ് എടുത്തിട്ട് ഈ ഒരു 250 ബോട്ടിലിൻ്റെ അത് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു കേക്ക് മുറിയും അതുപോലെ പായസം മാത്രമേ ഉള്ളൂനും. പിന്നെ അപ്പോൾ പായസം വെക്കുന്നുണ്ട്. ഇത് കിറ്റ് വാങ്ങിയതാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കിറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലും പാലട പ്രഥമൻ്റെയാണ്. അപ്പോൾ 1 ലിറ്റർ പാലിൻ്റെ അകത്ത് അത് ഒഴിച്ചിട്ട് അത് ഇട്ടിട്ട് തിളച്ച് കഴിഞ്ഞിട്ടിട്ട് അത്രയേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിയെ മാത്രം വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ പായസമായി. പിന്നെ കേക്ക് വാങ്ങിയിട്ടുണ്ടേനും. ഏട്ടൻ ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടേനും. അവിടെ പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു 6-6:30 ആയപ്പോൾ പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് പിന്നെ നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ തവണ ഏട്ടൻ ഇലക്ഷൻ ആയതുകൊണ്ട് പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരുമിച്ചിട്ട് ആഘോഷിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഫോൺ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടൻ വാങ്ങി തന്നേനും. അപ്പോൾ ഇപ്രാവശ്യമെങ്കിൽ നമ്മൾ പിന്നെ ഇവിടുന്ന് ഗുജറാത്തിലെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ. അപ്പോൾ അതങ്ങനെ മോൻ്റെ കൂടെയായിട്ട് ആഘോഷിച്ച് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വീഡിയോസിൽ വന്നിട്ട് കണ്ടു നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക് യു.